ഹായോ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് റെയിൽവേയിലെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ സാലറി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയാണ്. നമുക്കറിയാം ധാരാളം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷനാണ് NTPC. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ളത്. ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് എത്ര രൂപ സാലറി കിട്ടും എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഡിഗ്രി ലെവലിൽ കിട്ടാവുന്ന ഒരു നല്ല പോസ്റ്റാണ്. അപ്പോൾ അവരുടെ എൻട്രി സാലറി എത്രയാണെന്ന് നോക്കാം. ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതൊരു ജോയിനിയുടെ, അതായത് നമ്മുടെ സർവീസിലേക്ക് കയറുന്ന ഒരു ജസ്റ്റ് ജോയിനി അണ്ടർ ട്രെയിനിങ്ങിൽ മാത്രമുള്ള ഒരാളുടെ സാലറി സ്ലിപ്പാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ സാലറി സ്ലിപ്പിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ബേസിക് പേ എന്ന് പറയുന്നത് ഇവിടെ കാണാം, അത് 35,400 മാത്രമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ DNF അലവൻസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്, അത് 14,868 രൂപയാണ്. അത് കൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യും, അത് പ്രൊഫഷണൽ ടാക്സ് ആണ്. അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഏത് സ്ഥലത്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന കേരളത്തിൻ്റെയാണ്. അങ്ങനെ കേരളത്തിലെ 1,250 രൂപ ഇവിടെ പ്രൊഫഷണൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? നിങ്ങൾക്ക് ഏതാണ്ട് 49,018 രൂപയാണ് നിങ്ങൾക്ക് ഇനിഷ്യലി, അതായത് നിങ്ങൾ ജോലിയിൽ ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബൈ ഹാൻഡ് കിട്ടുന്ന സാലറി എന്ന് ഓർക്കണം. അതായത് ഇത്രയും വലിയൊരു സാലറി ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിൽ കയറുന്ന മറ്റേതെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് കിട്ടുമോ നമ്മൾ നോക്കണം. അതായത് സംസ്ഥാന തലത്തിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും ഒരു സാലറി കിട്ടില്ല. എന്നാൽ റെയിൽവേയിൽ ഒരു എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ കിട്ടുന്ന എമൗണ്ട് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഒരു സർവീസിൽ കയറിയ ഒരു ആളുടെ സാലറിയാണ്. അതായത് സർവീസിൽ ഇപ്പോൾ കയറി ട്രെയിനിങ്ങും കഴിഞ്ഞ് ജോയിനിങ് ചെയ്ത ഒരു സർവിങ് സ്റ്റേഷൻ മാസ്റ്ററുടെ സാലറിയാണ്. അതും അധികമൊന്നും പഴക്കമില്ലാതെ, അധികമൊന്നും കാലഘട്ടം കഴിയാത്ത ഒരാളുടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ ബേസിക് പേ എന്ന് പറയുന്നത് 37,600 മാറിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ DNF അലവൻസ് എന്ന് പറയുന്ന എമൗണ്ട് 20,680 മാറി. ഇനി ഹൗസ് റെന്റ് അലവൻസ് 3,760 മാറി. ഇനി ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് 2,790 മാറുന്നു. ഇനി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് 2,719 വരുന്നു. അങ്ങനെ മൊത്തം എമൗണ്ട് ഇത് കൂടാതെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചില ഡിഡക്ഷൻ വരും. അതിലാദ്യമായിട്ട് റെയിൽവേ എംപ്ലോയീസ് ഇൻഷുറൻസ് സ്കീമിലേക്ക് 30 രൂപ പിടിക്കും. അതിനുശേഷം ന്യൂ പെൻഷൻ സ്കീം ടയർ 1 വഴി നിങ്ങൾക്ക് 5,828 രൂപ പിടിക്കും. അതിനുശേഷം സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന് വേണ്ടി 200 രൂപയും പിടിക്കും. അങ്ങനെ ഡിഡക്ഷന് ശേഷം നിങ്ങൾക്ക് റിമൈനിങ് ആയിട്ട് കിട്ടുന്നത് 61,491 രൂപയാണ്. അതായത് 50,000 രൂപയ്ക്ക് മുകളിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ആയി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ് തസ്തിക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു NTPC എന്തിന് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉള്ളവർ NTPCക്ക് വേണ്ടി എന്തിന് എഫേർട്ട് ചെയ്യണം എന്നതിൻ്റെ കൃത്യമായ ഒരു ഉത്തരമാണ്. അത്യാവശ്യം നല്ല ശമ്പളത്തോടു കൂടി നല്ലൊരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഇത്രയും, അതായത് തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 50,000 മുകളിൽ സാലറി കിട്ടുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ് നിങ്ങളെ തേടി വരുന്നത്. ഇനി അതിനായിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് അടൂർ അവൈലബിൾ ആണ്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയുടെ അടൂർ ക്യാമ്പസിൽ അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ്. നമ്മുടെ ഈ കോഴ്സിനെ പറ്റിയും കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.